എല്ലാവർക്കും നമസ്കാരം. ഇക്കുസ് ഡയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തീയലാണ്. എളുപ്പത്തിലും രുചിയോടെയും എങ്ങനെയാണ് വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇളം പരുവത്തിലുള്ള വെണ്ടയ്ക്ക വേണം എടുക്കാനായിട്ട്. ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക എടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ഇളം പരുവത്തിലുള്ളതാണ്. അങ്ങനെയുള്ള വെണ്ടയ്ക്ക വേണം നമുക്ക് തീയലുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കഴുകിയെടുക്കാം. വെണ്ടയ്ക്ക നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കറികളൊക്കെ കഴുകിയെടുക്കുമ്പോൾ ഉപ്പിട്ട വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള അഴുക്കും പൊടികളൊക്കെ പോയി നല്ലപോലെ വൃത്തിയായി കിട്ടും. പെട്ടെന്ന് നമ്മളിത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള പൊടികളോ അഴുക്കും വിഷാംശവും ഒന്നും പോയി കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 15 മിനിറ്റോളം ഇത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കഴുകിയെടുക്കുന്നത്. വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിൽ അഴുക്കൊക്കെ നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. ആ വെള്ളം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്കിതൊരു നല്ല വെള്ളത്തിലൂടെ കഴുകിയെടുക്കാം. നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് വേണം എടുക്കാനായിട്ട്. വെണ്ടയ്ക്ക ഞാൻ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയിൽ അഥവാ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുമല്ല ഒരു വഴുവഴുപ്പ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ വെണ്ടയ്ക്ക രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. മുഴുവൻ വെണ്ടയ്ക്കയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. വാളംപുളി വെള്ളത്തിലിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. കുറച്ച് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. തേങ്ങയുടെ കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി 2 ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിൽ ഓൾറെഡി വെള്ളമൊക്കെ വറ്റിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിലും കുറച്ച് ഉലുവപ്പൊടി. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഉലുവ കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 10 ചെറിയ ഉള്ളിയും 4 പച്ചമുളക് 2ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല. വെള്ളവും വെണ്ടയ്ക്കയുടെ പശപശപ്പും ചേർന്ന് ഒരു വഴുവഴുപ്പുണ്ടാവും. വെന്ത് കഴിയുമ്പോൾ കുഴഞ്ഞിരിക്കുകയും ചെയ്യും. അതുപോലെ വെണ്ടയ്ക്ക വേവിക്കുമ്പോൾ ആദ്യമേ ഉപ്പിടാൻ പാടില്ല. ഉപ്പിടുമ്പോൾ വെണ്ടയ്ക്കയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് വഴുവഴുപ്പുണ്ടാവും. അവസാനം മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. വെണ്ടയ്ക്ക നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പുളി നല്ലതുപോലെ വെണ്ടയ്ക്കയിലോട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ച തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തീയൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ശർക്കരയോടെ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉപ്പും എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു ഇച്ചിരി കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൈ കൂടെ ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാമ്പാർ പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടി കിട്ടും. ഏത് തീയലാണേലും അതിൽ കുറച്ച് സാമ്പാർ പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും. തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിച്ച് കൊടുക്കാം. കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനി തീയലിലോട്ട് ചേർത്ത് കൊടുക്കാം. താളിച്ച് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി നമുക്ക് തീയൽ ഉപയോഗിക്കാവുന്നതാണ്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ചോറിനോടൊപ്പം കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.